ഇപ്പം കോഴിക്കോട് ജില്ലയിലെ വടകര മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. വടകര മുനിസിപ്പാലിറ്റിയും 4 പഞ്ചായത്തോട് ചേർന്നാണ് വടകര മണ്ഡലം. വടകരയിൽ ഒരു 2 LDF UDF തുല്യശക്തികളായിട്ട് നിൽക്കുകയാണെങ്കിൽ UDF ചെറിയൊരു വോട്ടിന് അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട്. 52,000-52,000 വോട്ടോളം UDF 41.5% നേടിയപ്പോൾ 52,544 വോട്ടേ ഉള്ളൂ. LDFന് 5,000 വോട്ടിൽ കൂടുതൽ ചെറിയൊരു മാർജിൻ UDF ഫ്രണ്ടിലാണ്. NDA 15,000 വോട്ടുണ്ട്, 11.5%, 10% കൂടുതൽ പ്രസൻസ് ഉണ്ട് അവിടെ. സ്വതന്ത്രമെല്ലാം കൂടെ 13,000-ഓളം വോട്ട് സ്വതന്ത്രർക്കുണ്ട്. മെമ്പർമാർ നോക്കി കഴിഞ്ഞാൽ LDFന് 63 മെമ്പർമാരാണ്. ഈ LDFന് വോട്ട് കുറവാണെങ്കിലും LDFന് മെമ്പർമാർ കൂടുതലാണ് കേട്ടോ. UDFന് 56 പേര്, NDA 6 പേര്, അതേഴ്സ് 6 പേര്. അപ്പം മെയിൻലി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ആണ് പെർഫോം ചെയ്തെങ്കിലും കുറെ പഞ്ചായത്തുകൾ LDF ജയിച്ചുകൊണ്ടാണ് മെമ്പർമാർ കൂടിയത്. വടകരയിലെ ഹിസ്റ്റോറിക്കൽ നോക്കുവാണെങ്കിൽ 2011 ജനതാദൾ എസ് JDSന്റെ സീറ്റാണ്, സിറ്റിംഗ് സീറ്റ്. ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്ന സീറ്റ്, 2 ഘടകകക്ഷികളാണ്, LDF UDF. പിന്നെ JDS തന്നെ നിലനിർത്തി JDUവും JDSY മത്സരം. പാറമ്പി KK രമ ആണ് UDFന് വേണ്ടി ജയിച്ചിരിക്കുന്നത്. അവിടെ LJDക്കാണ് LDF കൊടുത്തിരിക്കുന്നത്. BJPയുടെ രാജേഷ് കുമാറാണ് മത്സരിച്ചിരുന്നത് 2021. അപ്പോൾ ഇപ്പോൾ വരുവാണ് 2024 സ്ഥാനാർത്ഥി KK രമ തന്നെയാണ് സ്ഥാനാർത്ഥി. RJDക്കാണ് ആ സീറ്റ് കൊടുത്തിരിക്കുന്നത്. MK ഭാസ്കരൻ, BJP K ദിലീപ്, അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വടകര അസംബ്ലിയുടെ ഇപ്പോഴുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കിയാലും ചെറിയൊരു മാർജിനിൽ UDF ഫ്രണ്ടിലാണ്. 58,000 വോട്ടുണ്ട്, 56 മെമ്പർമാരുമുണ്ട്. മുനിസിപ്പാലിറ്റിയിലാണ് കൂടുതൽ നിന്നത്. മുനിസിപ്പാലിറ്റിയിൽ നല്ല ഹോൾഡുണ്ട്. അപ്പോൾ വടകര ഒന്നാമതെ KK രമ RJDക്ക് കൊടുത്തേക്കുന്ന ഘടകകക്ഷി RJD ഒന്നും അത്ര പ്രസൻസ് ഒന്നുമില്ല. CPMന്റെ വോട്ട് തന്നെ കുറച്ച് വോട്ടെങ്കിലും KK രമയുടെ പറയാറുണ്ട്. തന്നെ വടകര UDF എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം.